തിരികെ സ്വാഗതം. നമ്മൾ ആദ്യം ഒരു സ്കൂളിന്റെ വിശേഷത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് ചിറ്റിലഞ്ചേരിയിലെ ഒരു സ്കൂള്, ALP സ്കൂൾ മുതുകുന്നി. അവിടുത്തെ പഠനമൊക്കെ ഒരു അല്പം വെറൈറ്റി ആണ്. എന്താണെന്ന് ചോദിച്ചാൽ പാട്ടിലൂടെയാണ് അവിടുത്തെ കുട്ടികൾ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പാട്ടുപാടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ശാരിക ടീച്ചറാണ്. സ്കൂളിലെ ശാരിക ടീച്ചർ പാട്ടിലൂടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്ന സമയത്ത് എൻ്റെ 3.5 വയസ്സായിട്ടുള്ള മകളൊരു നാടൻ പാട്ട് പഠിച്ച് പാടുന്നത് കണ്ടു. അപ്പോഴാണ് കുട്ടി എത്രത്തോളമാണ് ആ വരികൾ നന്നായിട്ട് പഠിച്ചത് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തുകൊണ്ട് പാഠഭാഗങ്ങളും കൂടെ അങ്ങനെ പാട്ടുകൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ടിൻ്റെ ഈണത്തിലാക്കിയാൽ നന്നായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ആ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത്. മക്കളെ, അപ്പൊ നമുക്കിനി നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ചൊരു പാട്ട് പാടിയാലോ? നീലഗ്രഹമിത ഭൂമി തന്നെ ഏഷ്യയതിലെ വൻകരയും പാടിയറിയാം മനസ്സിലാക്കാം ഇന്ത്യ നമ്മുടെ രാജ്യമെന്ന് താനെ മാറി ജന്മവും കേന്ദ്രഭരണമായി. LSSന് 7 കുട്ടികൾ എഴുതിയതിൽ 5 കുട്ടികളോളം സബ് ജില്ലയിൽ തന്നെ നല്ല ഒരു വിജയശതമാനമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത് ഈ രീതിയിലുള്ള പഠനം കൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. മുഷിപ്പില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അവരെ എൻജോയ് ചെയ്തിട്ടാണ് പാഠഭാഗങ്ങൾ പഠിക്കുന്നത്. 28 സ്റ്റേറ്റ് ഇന്നിതാ ഇന്ത്യയിൽ ഇന്നാകെ, അതിൽ കേരളം, ആസാം, പഞ്ചാബ്, കർണാടക, ജാർഖണ്ഡ്. കളിക്കുക, അതിനോടൊപ്പം പഠിക്കുക അല്ലേ? പാട്ട് പാടുമ്പോൾ അങ്ങനെ സിനിമ ഫോട്ടോ പോലെ അങ്ങനെ പാടി നമുക്ക് പെട്ടെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് രസമാണ് പഠിക്കാൻ. പാട്ട് പാടിയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു രസമാണ്. കുട്ടികൾ തന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഈണം സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന പാട്ടിൻ്റെ ഈണത്തിൽ ചെയ്യാവോ ടീച്ചറെ എന്ന് ചോദിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനായിട്ട് ഈ കണ്ടന്റുകൾ എടുത്ത് ആ ഈണത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറാണ് പതിവ്. കുട്ടികളുടെ കൂട്ടുകാരൻ കുഞ്ഞുണ്ണി മാഷെ അറിയുമോ? കൊച്ചു കൊച്ചു കഥകൾ എഴുതും കുഞ്ഞുണ്ണി മാഷെ അറിയണം, കുഞ്ഞുണ്ണി മാഷെ അറിയണം. നമ്മുടെ ബാല്യകാലത്ത് അധ്യാപകനോട് പേടിയായിരുന്നു. ഇപ്പോൾ സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ഭയം എന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വരുന്നതിൽ കുട്ടികൾ അങ്ങനെ ലീവ് എടുക്കുന്നൊരു പ്രശ്നമില്ല. പിന്നെ ഇത്തരം സമീപനങ്ങൾ കൂടി ആകുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതെ 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 അസുഖങ്ങളൊക്കെ ആകുമ്പോഴുള്ള ലീവാന്നല്ലാതെ വീട്ടിൽ മടിച്ചിരിക്കുന്ന ഒരു രീതി ഇപ്പം ഇല്ല. ഗോകുൽ VS നമ്മുടെ കൂടെയുണ്ട്. ഗോകുലെ, നമ്മളൊക്കെ പഠിച്ച കാലത്തെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. പുസ്തകമൊക്കെ നോക്കി അതേപോലെ അങ്ങ് വായിക്കുക, പഠിച്ചില്ലെങ്കിൽ കണ്ണുരുട്ടുക, അടിക്കുക, പിച്ചുക, നുള്ളുക. ടീച്ചർമാരെ അതൊക്കെ പോയി. ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഇങ്ങനെയാണ് ഓരോ ടീച്ചർമാരും പഠിപ്പിക്കുന്നത്. അങ്ങനെ വേണം, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. ആസ്വദിച്ച് പഠിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? പറയൂ. ചിറ്റിലഞ്ചേരിയിലെ മുതുകുന്നിക്കടുത്തുള്ള ഒരു ALP സ്കൂളിലാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച ഉള്ളത്. അവിടുത്തെ ശാരിക ടീച്ചർ നല്ല രസമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ അധ്യാപകരെ പോലെയല്ല, ഇവരുടെ പ്രത്യേകത ഈ പാട്ട് പാടി പഠിക്കുന്നതോടെ അവിടുത്തെ കുട്ടികൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ട്. കാരണം ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് അവിടുത്തെ കുട്ടികളൊക്കെ പറയുന്നു. അവർ വളരെ നല്ല രസത്തിൽ കുഞ്ഞുണ്ണി മാഷ ഓരോ കാര്യങ്ങളും കൃതികളും ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് പഠിച്ചത് പാട്ടിലൂടെയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പുഴകൾ, അങ്ങനെ കുട്ടികൾ LP സ്കൂളിലെ പഠിക്കുന്ന 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് എന്താണോ പഠിക്കാനുള്ള ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അറിയേണ്ടത്, അതൊക്കെ ഇങ്ങനെ പാട്ടിലൂടെ ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക്
കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ ഇനി ജീവിതകാലത്തിൽ ഒരിക്കലും അത് തെറ്റിക്കില്ല. കാരണം അത്രമാത്രം ആ പാട്ട് അവരുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. ഇത് ടീച്ചർക്ക് ഇങ്ങനൊരു ആശയം തോന്നാൻ കാരണം ടീച്ചർ നോക്കുമ്പോൾ ടീച്ചറുടെ മോള് വളരെ പെട്ടെന്ന് പാട്ട് പഠിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പാട്ട് പഠിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് പാട്ടും ഇതൊക്കെ വളരെ സിനിമ ഡയലോഗ് ഇതൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ തന്നെയാണ് ഇത് പരീക്ഷിച്ചത്. ടീച്ചർ വീട്ടിലിരുന്ന് കുറച്ച് പാരഡി പോലെ ഈ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ വരികളാക്കി അതൊരു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ പാട്ടിൻ്റെ ഈണത്തിലൊക്കെ ചിട്ടപ്പെടുത്തി കുട്ടികളെ പഠിപ്പിച്ചു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇത് പഠിപ്പിച്ചു. പക്ഷെ ഇത് വലിയ മാറ്റം ആ കുട്ടികൾ ഉണ്ടാക്കിയതാണ് ടീച്ചർ പറയുന്നത്. കാരണം വളരെ പെട്ടെന്ന് എല്ലാ കുട്ടികൾക്കും ആ ക്ലാസ്സിൽ ഇപ്പോൾ 10 കുട്ടികളുണ്ടെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ 20 കുട്ടികളുണ്ടെന്ന് ഇരിക്കുക, ആ 20 കുട്ടികൾക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ 1-2 ദിവസം ഇത് കേൾക്കുമ്പോൾ പിന്നീട് ഇത് തറവാണ്. ഇത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ കുട്ടികളെ ആ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറ്. നമ്മൾ പഠിച്ച എങ്ങനെയാണ് കേരളം, തമിഴ്നാട്, കർണാടക ഇങ്ങനെ കുത്തിയിരുന്ന് കാണാൻ പഠിച്ച് പറഞ്ഞു പഠിക്കുന്നതും ആ കുട്ടികൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തത് പാടി പഠിക്കാൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വെറുതെ കാണാൻ പഠിക്കുന്നതും ആസ്വദിച്ച് പഠിക്കാൻ തമ്മിലുള്ള വ്യത്യാസം ആ കുഞ്ഞുങ്ങളിൽ നിന്ന് കാണാം. ഏതായാലും ശാരിക ടീച്ചർ അടിപൊളിയാണ്. അതേപോലെ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ശരി ഗോകുലേ. ഇനി ഒരു കൊച്ചു കുഞ്ഞിന്റെ ആഗ്രഹം IPS ഉദ്യോഗസ്ഥനാകണം എന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ